സ്ത്രീകളിൽ കാണുന്ന ഇന്ത്യയിലെ സ്ത്രീകളിൽ കാണുന്ന സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. ഏകദേശം 1.2 ലക്ഷം സെർവൈക്കൽ ക്യാൻസർ രോഗികളാണ് ഒരു കൊല്ലം ഇന്ത്യയിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. സെർവൈക്കൽ ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് മെയിൻലി ഒരു വൈറസ് അണുബാധയാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഒരു 80% ക്യാൻസറുകൾക്ക് റീസൺ അതാണ്. അത് സെക്ഷൽ ആക്ടിവിറ്റിയോടുകൂടിയാണ് ആ വൈറസ് അണുബാധ നമുക്ക് പലർക്കും കിട്ടുന്നത്. കൂടാതെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് ഏർലി ഒരു 16 വയസ്സിന് മുന്നൊക്കെ ഉള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഇതൊക്കെ ആയിരിക്കാം ഒരു സെർവൈക്കൽ ക്യാൻസറിൻ്റെ കാരണങ്ങൾ വരുന്നത്. ഇനി സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഒരു സിംറ്റംസ് നോക്കുകയാണെങ്കിൽ, ചിലപ്പം ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലീഡിങ് വെച്ചാൽ ആർത്തവത്തിനിടയിലുള്ള ബ്ലീഡിങ്, മെനോപോസ് വെച്ചാൽ ആർത്തവം നിന്നതിന് ശേഷമുള്ള ബ്ലീഡിങ്, അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോഴുള്ള വേദന, ഇതൊക്കെ ആയിരിക്കാം അതിൻ്റെ സിംറ്റംസ്. വളരെ തുടക്കത്തിലെ തന്നെ, ഈവൻ അസുഖം വരുന്നതിന് മുമ്പ് തന്നെ ഈ സെർവൈക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. പാപ്സ്മിയർ എന്ന് പറയുന്ന അത്ര വിലയില്ലാത്ത വെച്ചാൽ ചീപ്പായിട്ടുള്ള ഒരു ടെസ്റ്റ്, OPDയിൽ ചെയ്യാവുന്ന ടെസ്റ്റ് വഴി നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ ഫേസസ്, ക്യാൻസർ ആവുന്നതിന് മുമ്പുള്ള ഫേസുകൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഗൈഡ് ലൈൻസൊക്കെ പറയുന്നത് 25 വയസ്സ് മുകളിലുള്ള സ്ത്രീകൾ 3 കൊല്ലത്തിലൊരിക്കലെങ്കിലും പാപ്സ്മിയർ ചെയ്യണമെന്നാണ്. എങ്കിലും ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മേ ബി 30 വയസ്സിന് മുകളിൽ 10 കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒരു പാപ്സ്മിയർ ചെയ്താൽ തന്നെ ഈ ക്യാൻസറിൻ്റെ തുടക്ക ഫേസുകൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. കാരണം വൈറസ് അണുബാധ വരുന്ന എല്ലാവർക്കും തന്നെ ക്യാൻസർ വരണമെന്നില്ല. അത് യൂഷ്വലി ഒരു 10-15 കൊല്ലത്തിന് ശേഷമാണ് അണുബാധയ്ക്ക് ശേഷം ക്യാൻസറായിട്ട് മാറുന്നത്. അപ്പോൾ അത് തുടക്കത്തിൽ നമുക്കിടയിൽ സ്ക്രീനിങ് വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ക്യാൻസറെ കണ്ടുപിടിച്ചാൽ തന്നെ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഏർലി സ്റ്റേജിൽ ഒക്കെ ആണെങ്കിൽ ഒരു സർജറിയോട് മാത്രമായിട്ട് അത് അസുഖം മാറ്റാനായിട്ട് സാധിക്കും. ഇനി ഒരു 2ാമത്തെയോ 3ാമത്തെയോ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് റേഡിയേഷന് കൂടെയുള്ള കീമോ വഴിയും അസുഖം മാറാനായിട്ട് സാധിക്കും. ഈവൻ ഒരു 4ാമത്തെ സ്റ്റേജ് ആണെങ്കിൽ കീമോ ഒക്കെ ആയിരിക്കാം പ്രധാനമായും നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ എടുക്കേണ്ടത്. ഇനി സെർവൈക്കൽ ക്യാൻസറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനുകളും അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ HPV വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പല വാക്സിനുകളും അവൈലബിൾ ആണ്. അപ്പം കുട്ടികളായിരിക്കുന്ന അവസ്ഥയിൽ ഒരു 11 മുതൽ 15 വയസ്സിന് ഇടയിലുള്ള പെൺകുട്ടികളാണെങ്കിൽ ഒരു 2 വാക്സിൻ ഡോസ് എടുക്കുന്നതിലൂടെ നമുക്ക് ഈ അസുഖത്തെ നമുക്ക് പ്രതിരോധിക്കാനായി സാധിക്കും. ഇനിയിപ്പോൾ 15-25 വയസ്സിനിടയിലുള്ള കുട്ടികളാണെങ്കിൽ അതൊരു 3 ഡോസ് വാക്സിൻ, അതായത് ഫസ്റ്റ് ഡോസ്, പിന്നെ 1 മാസം കഴിഞ്ഞൊരു ഡോസ്, പിന്നെ 6 മാസം കഴിഞ്ഞിട്ടുള്ള വാക്സിനിലൂടെ നമുക്ക് ഈ ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും.